നമ്മുടെ ചിന്താഗതിയും ജീവിക്കുന്ന സാഹചര്യവും തമ്മിൽ അത് മനോരോഗത്തിന് അല്ലെങ്കിൽ മനസ്സിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഈ മാനസിക രോഗങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അത് ആണൊരു പ്രധാനപ്പെട്ട ഒരു കാരണം. അതായത് ഒരു മെയിൻ റീസൺ, ബയോളജിക്കലായിട്ടുള്ളൊരു റീസണാണ് നമുക്കൊരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഒരു ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് ഉള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള എല്ലാവർക്കും മാനസിക രോഗം വരുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ജന്മനാ തന്നെ ഒരു വൾണറബിലിറ്റി എന്ന് പറയും നമുക്ക്. ഇങ്ങനൊരു മാനസിക രോഗം സംഭവിക്കാനായിട്ടൊരു സാധ്യത നമ്മുടെ തലച്ചോറിലുള്ള ഒരാൾക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും പെട്ടെന്ന് എനിക്കൊരു മനസ്സിന് സംഘർഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതി വന്നു എന്നായിരിക്കുക. നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ജോലി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ലൈഫ് ഈവൻറ്റ്, അത് ഇത്തരത്തിൽ ഒരു വൾണറബിളായിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ മാനസിക അസുഖമുള്ള ആൾക്കാർ ഒരു വൾണറബിളായിരിക്കുമല്ലോ. അങ്ങനത്തെ ഒരാൾക്ക് ഇത്തരത്തിലൊരു മാനസികമായിട്ടുള്ള സംഘർഷം പെട്ടെന്ന് സംഭവിച്ചാൽ അവർക്ക് പെട്ടെന്ന് മാനസികമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടുള്ളൊരു വൾണറബിലിറ്റിയും ചുറ്റുപാടിൽ നിന്ന് വരുന്ന ചില പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, ഇത് രണ്ടും ഒന്നിച്ച് ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പോൾ അത് ഈ അസുഖം പുറത്തു വരാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്.